വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1996. താഴെ കൊടുത്തവരിൽ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ചെറുശ്ശേരി. ഉത്തരം ഓപ്ഷൻ ഡി ചെറുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ, പി.എൻ. പണിക്കർ, കുമാരനാശാൻ, വൈലോപ്പിള്ളി. ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി. ഉത്തരം ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11, മാർച്ച് 11, ഡിസംബർ 11, ഫെബ്രുവരി 11. ഉത്തരം ഓപ്ഷൻ എ നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? APJ അബ്ദുൽ കലാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ സി മൗലാന അബുൽ കലാം ആസാദ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? വള്ളത്തോൾ, ചെറുശ്ശേരി, ഉള്ളൂർ, എഴുത്തച്ഛൻ. ഉത്തരം ഓപ്ഷൻ എ വള്ളത്തോൾ. കേരള പാണിനി എന്നറിയപ്പെടുന്നതാര്? ONV കുറുപ്പ്, കെ കേളപ്പൻ, AR രാജരാജവർമ്മ, OV വിജയൻ. ഉത്തരം AR രാജരാജവർമ്മ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ? ജി ശങ്കരക്കുറുപ്പ്, തകഴി, KP കേശവമേനോൻ, PC കുട്ടിക്കൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്. താഴെ കൊടുത്തവരിൽ പ്രാചീന കവിത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, വള്ളത്തോൾ. ഉത്തരം ഓപ്ഷൻ ഡി വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഇന്ദുലേഖ, മാർത്താണ്ഡവർമ്മ, കുന്തലത, ശാരദ. ഉത്തരം ഓപ്ഷൻ എ ഇന്ദുലേഖ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? കയർ, ചെമ്മീൻ, ഒരു ദേശത്തിൻ്റെ കഥ, അവകാശികൾ. ഉത്തരം അവകാശികൾ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ, വള്ളത്തോൾ, ചെറുശ്ശേരി, കുമാരനാശാൻ. ഉത്തരം ഓപ്ഷൻ എ എഴുത്തച്ഛൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണിത്? P.N. പണിക്കർ, കുഞ്ഞുണ്ണി മാഷ്, കുമാരനാശാൻ, വൈലോപ്പിള്ളി. ഉത്തരം P.N. പണിക്കർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി? KP കേശവമേനോൻ, തകഴി ശിവശങ്കരപ്പിള്ള, R നാരായണ പണിക്കർ, PC കുട്ടിക്കൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ സി R നാരായണ പണിക്കർ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതാര്? കുമാരനാശാൻ, എഴുത്തച്ഛൻ, വള്ളത്തോൾ, ഉള്ളൂർ. ഉത്തരം കുമാരനാശാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ചോദ്യം: കാബൂളിവാല എന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട സാഹിത്യകൃതി എഴുതിയതാര്? നെഹ്റു, ടാഗോർ, ONV, അക്കിത്തം. ഉത്തരം ഓപ്ഷൻ ബി ടാഗോർ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയായ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ. ഉത്തരം തിരുവനന്തപുരം. P.N. പണിക്കരുടെ ജന്മസ്ഥലമായ നീലംപേരൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി, വയനാട്, മലപ്പുറം, ആലപ്പുഴ. ഉത്തരം ആലപ്പുഴ. താഴെ കൊടുത്തവയിൽ P.N. പണിക്കർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരള ലളിതകലാ അക്കാദമി, കേരള ഗ്രന്ഥശാല സംഘം, കേരള സാഹിത്യ അക്കാദമി, ഇവയൊന്നുമല്ല. ഉത്തരം
കേരള ഗ്രന്ഥശാല സംഘം. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം 1945, 1935, 1955, 1965. ഉത്തരം 1945. ഏത് സാഹിത്യകാരൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? വില്യം ഷേക്സ്പിയർ, OV വിജയൻ, കിരൺ ദേശായി, അരുന്ധതി റോയ്. ഉത്തരം വില്യം ഷേക്സ്പിയർ. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? അരുന്ധതി റോയ്, ബാലാമണിയമ്മ, SK പൊറ്റക്കാട്, സുഗതകുമാരി. ഉത്തരം അരുന്ധതി റോയ്. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി? ബാലാമണിയമ്മ, സുഗതകുമാരി, മാധവിക്കുട്ടി, സാറ ജോസഫ്. ഉത്തരം ബാലാമണിയമ്മ. കൃഷ്ണഗാഥയുടെ കർത്താവാര്? ചെറുശ്ശേരി, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ഉള്ളൂർ. ഉത്തരം ചെറുശ്ശേരി. G. ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ചെന്തളിരുകൾ, വിശ്വദർശനം, പൂജാപുഷ്പം, ഓടക്കുഴൽ. ഉത്തരം ഓടക്കുഴൽ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഴുത്തച്ഛൻ, വള്ളത്തോൾ, PN പണിക്കർ, സ്വാതി തിരുനാൾ. ഉത്തരം എഴുത്തച്ഛൻ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? 2010, 2013, 2014, 2015. ഉത്തരം 2013. നെയ്പായസം എന്ന ചെറുകഥ എഴുതിയതാര്? മാധവിക്കുട്ടി, സുഗതകുമാരി, അരുന്ധതി റോയ്, ബാലാമണിയമ്മ. ഉത്തരം മാധവിക്കുട്ടി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? നീലവെളിച്ചം, ഓളവും തീരവും, വാസനാവികൃതി, പ്രേമലേഖനം. ഉത്തരം ഓപ്ഷൻ സി, വാസനാവികൃതി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം: റിയ നസ്രീൻ, ദേവ്ന, രുദ്ര ദീപക്, മുരളിക, അഭിഷേക് P, ഫർഹാൻ, കാർത്തിക്, ആത്മിക MU, കൃതിക് S ഷൈജു എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ്? PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ്? ആൻസർ എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.